പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങൾ സുജു ടി ബാബു കൂടി ചേരുന്നുണ്ട് പമ്പയിൽ നിന്നും. സുജു, നേരത്തെ PS പ്രശാന്ത് പറഞ്ഞു വെച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട മൂന്ന് ആശയങ്ങൾ അത് ക്ലബ്ബ് ചെയ്ത് ക്രോഡീകരിച്ച് ഏത് രീതിയിലായിരിക്കണം ശബരിമലയുടെ കൃത്യമായിട്ടുള്ള വികസനം, ഒരു വിശ്വമാനവ തീർത്ഥാടന കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റാനുള്ള മാസ്റ്റർ പ്ലാൻ ഏത് രീതിയിലാക്കണം എന്നൊക്കെ നാളെ ചർച്ചയാകും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ തന്നെയാണ് പമ്പാ തീരം. എങ്ങനെയാണ് ഒരുക്കങ്ങൾ? പറയൂ. വിനീഷ, ഞാനിപ്പോൾ ഉള്ളത് പമ്പ നദിയുടെ സമീപത്തിനാണ്. ഇതാണ് പമ്പ നദി. ഇവിടെ ഇപ്പോൾ തീർത്ഥാടകർ പമ്പ സ്നാനം ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ശബരിമല നട മാസപൂജയ്ക്ക് തുറന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ധാരാളം തീർത്ഥാടകരാണ് ഇപ്പോഴും ഈ ശബരിമല പമ്പയിലേക്ക് എത്തുന്നത്. അവിടെ പമ്പ നദിയിലെത്തി അവർ സ്നാനം ചെയ്ത ശേഷമാണ് അവർ പിന്നീട് സ്നാനം ചെയ്യുന്നതും കാഴ്ച കാണാൻ സാധിക്കും. ഈ പമ്പ നദിയുടെ തൊട്ടരികിൽ തന്നെയാണ് പ്രധാന വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. ആ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ 9:30 ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുക. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി എന്ന് വേണം ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. കാരണം ഇനി അവസാനവട്ട ചില മിരുക്കുമിടികൾ, വേദിയുടെയും മറ്റ് ക്രമീകരണങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ബാക്കി സുരക്ഷാ ക്രമീകരണങ്ങൾ, ഈ 3500-ഓളം പ്രതിനിധികൾ, അവർക്ക് താമസിക്കേണ്ട താമസ സൗകര്യം, ഭക്ഷണത്തിനുമായി വേണ്ടി ക്രമീകരണങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ 3 വേദികളിലാണ് നടക്കുന്നത്. ഇത് പ്രധാന വേദി. ഇവിടെയാണ് ശബരിമലയുടെ ക്രൗഡ് മാനേജ്മെൻറ്റ് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുന്നു. മുഖ്യമന്ത്രി ഈ പമ്പാ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് ഹിൽ ടോപ്പിൽ തൊട്ട് സമീപത്തെ, നമുക്ക് ഇവിടെ നിന്ന് ആ ഹിൽ ടോപ്പിൻ്റെ ദൃശ്യം കാണുകയില്ല, എന്നാൽ പോലും ഹിൽ ടോപ്പ് ഏതാണ്ട് അവിടെയായിട്ട് വരും. ആ സ്ഥലത്ത് വെച്ചാണ്, മറ്റൊരു വേദിയിൽ വെച്ചാണ് മറ്റൊരു ചർച്ചയും. അതുപോലെ തന്നെ ശ്രീരാമ സംഗീതം ഓഡിറ്റോറിയത്തിൽ വെച്ചും സെമിനാറുകളുണ്ട്. ആ 2 സെമിനാറുകൾ, ഒന്ന് ഇതിനെ തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിനെ പറ്റിയും അതുപോലെ ക്രൗഡ് മാനേജ്മെൻറ്റിനെ പറ്റിയും, ഇതെല്ലാം സമാന്തരമായിട്ടായിരിക്കും നടക്കുക. എന്താ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് വിനീഷ. ശരി, സുജു ടി ബാബു ആണ് ആഗോള സംഗമത്തിൽ ഒരുങ്ങി നിൽക്കുന്ന പമ്പാ തീരത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.